ബി ജെ പിക്കാരൻ കള്ളം പറയുന്നു. അതുകൊണ്ടാണ് ബി ജെ പിക്കാരനോട് ചോദിക്കുന്നത്. ഇവിടെ ഒരു സുഹൃത്ത് ചോദിച്ചു, ആ ചോദ്യത്തിൽ നിന്ന് താങ്കൾ വഴുതിപ്പോയി. എന്തുകൊണ്ട് പ്രധാനമന്ത്രി എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ ആദ്യം ചോദിച്ച് ഉത്തരം സംസാരിക്കൂ. ഒന്നും മിണ്ടാതിരിക്കെ. നിങ്ങളല്ലേ സംസാരിക്കാൻ സമ്മതിക്കാത്തത്? ഇവിടെ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ട് പ്രധാനമന്ത്രി പത്രസമ്മേളനം നടത്തിയില്ല എന്ന് ചോദിച്ചു. അതിന് താങ്കൾ ഒഴിഞ്ഞു മാറി. ഞാൻ ചോദിക്കുന്നു, പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? നിങ്ങൾ എറ്റേണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സബ്ജക്ട് ഇല്ല. ഇങ്ങനെ കൂടി പഠിച്ച ആളില്ല, ഇങ്ങനെ പഠിച്ച കോളേജില്ല, എല്ലാം കള്ളമാണ് എഴുതിയത്. എന്നിട്ട് ആദ്യം മത്സരിച്ചപ്പോൾ ഭാര്യയുടെ പേര് വെച്ചില്ല. അപ്പൊ എല്ലാ രീതിയിലും ഒരു തട്ടിപ്പുകാരനാണ് ഇദ്ദേഹം. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചെന്ന് താങ്കൾ പറഞ്ഞല്ലോ. അദ്ദേഹം പ്രവർത്തിക്കുന്നത് നൂറോളം മാത്രമുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് 1 ലിറ്റർ പെട്രോളിന് നികുതിയല്ല, 30 രൂപ സെസ്സാണ്. അത് സംസ്ഥാനങ്ങളിലേക്ക് ബാധിക്കേണ്ടതില്ല. 30 രൂപ സെസ് പിരിച്ചിട്ട് ആ പൈസ എടുത്ത് കോർപ്പറേറ്റുകളുടെ കട എഴുതി തള്ളുന്നു. ഇവിടെ കേരളത്തിൽ GST 1 രൂപ പിരിക്കുമ്പോൾ നമുക്ക് തിരികെ കിട്ടുന്നത് 25 പൈസ മാത്രമാണ്. UP-യിൽ കൊടുക്കുന്നത് 4 രൂപയാണ്. അത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ്. നിലവിലെ ഇപ്പൊ ഒരു ചോദ്യം അവിടെ ചോദിച്ചപ്പോ എല്ലാം കോർപ്പറേറ്റുകൾക്ക് വിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഒരു BJP-യുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് കോർപ്പറേറ്റുകൾക്ക് ജീവിക്കണ്ടേ എന്നുള്ള മറുപടിയാണ്. അപ്പൊ ഇതിൽ തന്നെ BJP-യുടെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇത് നിങ്ങൾ കണ്ടോളൂ. ഞാൻ പറഞ്ഞത് അത്രയും ന്യൂസ് 8 കട്ട് ചെയ്യും. നിങ്ങളെല്ലാം കണ്ടിട്ട് പറഞ്ഞാൽ ഉത്തരം പറയട്ടെ. ഒറ്റ വരെ കേട്ടോ. ചേട്ടന്റെ കയ്യിൽ നിന്ന് മൈക്ക് ഓഫ് ആയത് ഞാൻ അല്ല, ചേട്ടന്റെ കൈ പിടിച്ച് ഓഫ് ആയതാണ്. എന്നിട്ട് അത് ഞാൻ മൈക്ക് തന്നു. ശരിയല്ല മൈക്ക് മൊത്തം പ്രശ്നമാണ്. ശരി, ഈ രാജ്യത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി, ഞാൻ പറഞ്ഞു, അദ്ദേഹം പ്രസ് മിനിസ്റ്റർ അല്ല, അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആണ്. അദ്ദേഹം പറയേണ്ടത് കൃത്യമായി മന്ത്രിമാരെല്ലാം സഭയിൽ പറയുന്നുണ്ട്. സഭയിൽ കൃത്യമായി രേഖാമൂലം തെളിവോടുകൂടിയാണ് പ്രധാനമന്ത്രി സഭയിൽ സംസാരിക്കുന്നത്. താങ്കൾക്ക് പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റി ഏതെങ്കിലും പറയട്ടെ. വിഷ്ണു പറഞ്ഞോ. അവിടെ മൈക്കില്ല. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താങ്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പോയി കൃത്യമായി വായിച്ച് മനസ്സിലാക്കാം. ഒന്ന് വായിക്ക്. എനിക്ക് സംശയമില്ല, നിങ്ങൾക്കാണ് സംശയം. വായിച്ചു നോക്കുന്നേ സുഹൃത്തെ.